ഇവിടെ കേട്ടോ ഇവിടെ കയറല്ലേ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കുട്ടിയാ ഇതാ പ്രദീപ് എന്ന് പറഞ്ഞിട്ടേ പ്രദീപ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി അതെ 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 ഇതിനെ കടക്കാൻ പറ്റില്ല മാഷേ ഇത് റോഡിൽ വെക്കണോ ഇത് താഴെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അതെ വേണ്ട 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 ഇവിടെ ആരുമില്ലേ ആരുണ്ടോ ആ നമസ്കാരം എന്തേ ഞങ്ങളേ ഇവിടെ അടുത്തുള്ള സ്കൂളിൽ നിന്ന് വരിക മാഷന്മാരൊക്കെയാണ് അയ്യാ ആ എന്തേ ഇത് നമ്മുടെ പ്രദീപിന്റെ വീടാണോ? അതെ പ്രദീപിന്റെ വീട് തന്നെ ഓനിവിടെ ഇല്ല ഇപ്പോ. ആ പ്രദീപിന്റെ അച്ഛനാ? അതെ. ആ ഞാൻ പ്രദീപിനെ പഠിപ്പിച്ചിട്ടുണ്ടേ. അയ്യാ സംഭാവനക്ക് ആണെങ്കിൽ വന്നാല് തരാനാവില്ല. സംഭാവനക്കല്ല, ഞങ്ങള് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ടേ. ആ പണ്ടുണ്ടല്ല? ആ പണ്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ആ അപ്പൊ ആ ഉച്ചഭക്ഷണത്തിന് ഇപ്പോ സർക്കാർ തരണ പൈസ കുറവാ. അപ്പൊ ഞങ്ങളിപ്പോ എന്താ ചെയ്യുന്ന വെച്ചാ മാഷന്മാരൊക്കെ പാടെ അങ്ങനെ കൂടിയിട്ട് വീടുകളിലൂടെ നടന്നിട്ട് വല്ല പപ്പായയോ പച്ചക്കറി അല്ലെങ്കിൽ ഒരു പോലെ കായോ തേങ്ങയോ അങ്ങനെയൊക്കെ അങ്ങനെ കളക്ട് ചെയ്യാണ്. പച്ചക്കറിയൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല, ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കലാണ്. പിന്നെ തേങ്ങ വേണമെങ്കിൽ അത് മതി അത് മതി തേങ്ങ മതി. എന്നാ പറിച്ചോ. തേങ്ങയുടെ മുണ്ട് വേണ്ടത് പറിച്ചോ. പിന്നെ തേങ്ങ പറിക്കാം. മാഷ് പറിച്ചാ കയറിയിട്ട്. അല്ല എനിക്ക് വയ്യ, എനിക്കാ തെങ്ങിന്റെ മുകളിൽ കയറി ആ കയ്യും കാലം പറിക്കും. നിങ്ങള് മാഷന്മാരാ? അയ്യോ കഷ്ടം. അല്ല അവര് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. അവരിങ്ങനെ ഒരു മാഷന്മാരൊന്നും കണ്ടിട്ടില്ലേ. അല്ല നിങ്ങൾ കയറി പറിക്കുന്നത് ആര് കയറി പറിക്കണ? എന്താ മൊയ്തു മാഷ് നിങ്ങൾ പറയണത്? എനിക്ക് പറ്റില്ല, പരിചയം വേണം മാഷേ. PTA പ്രസിഡന്റ് കയറുക. ഞാൻ കേറുന്നോണ്ടല്ല, അതെ കാലുണ്ടെങ്കിൽ പ്രസിഡന്റ് അടുത്ത വർഷവും പ്രസിഡന്റ് ആവണമെങ്കിൽ ഞങ്ങൾ രണ്ടാളും മാത്രം വിചാരിച്ചാൽ മതി. പക്ഷെ തെങ്ങായതുകൊണ്ടാ വാഴയ്ക്കാണ്. കാരണം ആ ഉണ്ണിയൊക്കെ പ്രസിഡന്റ് ആവാൻ വേണ്ടി ആക്രാന്തം കാട്ടി നടക്കുക. അവനാണെങ്കിൽ അസലായിട്ട് തെങ്ങും കയറും. അങ്ങനെ പറയുന്നത് PTA പ്രസിഡന്റ് ആവാൻ യോഗ്യത തെങ്ങുമ്പക്കാരനെന്ന് വേണമെന്നൊക്കെ പറഞ്ഞാൽ യോഗ്യതല്ല, ആവശ്യം വരുമ്പോ അല്ല അങ്ങനല്ല, ഞങ്ങൾക്ക് വേറെ പണിയുണ്ടല്ലോ ഇവിടെ. തെങ്ങുമ്മ കയറാൻ കഴിയില്ലെങ്കിലേ ഇതാ 2 മുട്ടയുണ്ട്. അപ്പുറത്തെ ഒരു ഞാലിപ്പൂവന്റെ കൊലയുണ്ട്, അത് കൊത്തിക്കൊണ്ടേക്കോ. കൊത്തിക്കൊണ്ടുപോവാൻ നമ്മളെന്താ കിളിയോ? അല്ല അതിനൊരു കത്തി വരും. കത്തിയും ഇല്ലേ? പിന്നെ നിങ്ങളെയും എന്തെന്നാ ഇല്ലേ? ഞങ്ങളുടെ കുറച്ച് അറിവേ ഉള്ളൂ. അത് മാത്രം പോരാന്നപ്പോ സർക്കാർ പറയണ്. പക്ഷേ കൊല വെട്ടണേന് മുമ്പ് മുട്ട കുട്ടി. കൈ കഴിക്കോ? വേറെ അല്ല വിദ്യാഭ്യാസത്തിന്റെ വണ്ടിയാണല്ലോ. ആരാ വന്നിട്ടുണ്ടാവും അറിയില്ല, പഠിച്ചോന്നറിയാം. ഒക്കെ പെട്ടല്ലോ. ഇവിടെ ആരും ഇല്ലല്ലോ, ഉത്തരവാദിത്തപ്പെട്ട മാഷന്മാർ ആരും ഇല്ലല്ലോ. നിങ്ങളൊക്കെ ഈ സ്കൂളിൽ തുറന്നിട്ട് എവിടെ പോയി കിടക്കാണ്? ആരോ വന്ന് അകത്തിരിപ്പുണ്ട്. ഇൻസ്പെക്ഷൻ ആരെങ്കിലും വരും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പക്ഷേ ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. മിന്നൽ പരിശോധനയ്ക്കൂ നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ടോ? ചെല്ലി പോയി നോക്കങ്ങോട്ട്. ഞാൻ പോട്ടെ, ഒരു പോയാൽ മതി. ഞാൻ PTA പ്രസിഡന്റ് അല്ലേ, ഞാൻ പോണേ. അല്ല, മുൻപൊക്കെ നമ്മുടെ വിദ്യാലയത്തിൽ ഉച്ചഭക്ഷണം കൊടുത്തിരുന്ന പോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉച്ചഭക്ഷണം കൊടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വീടുകൾ തോറും കയറി ഇറങ്ങി വിഭവങ്ങളൊക്കെ സമാഹരിച്ച് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാനുള്ള നിങ്ങളുടെ ഈ മനസ്സുണ്ടല്ലോ, അതിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുക. പക്ഷെ നിങ്ങൾ ഈ സ്ഥാപനത്തിന്റെ മേലധികാരിയല്ലേ? അതെ. HM അല്ലേ? നിങ്ങൾ ചെയ്തത് ശരിയാണോ? നിങ്ങൾക്ക് സ്വല്പമെങ്കിലും ഉത്തരവാദിത്തം വേണ്ടേ? നിങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് എവിടേക്കെങ്കിലും പോകുമ്പോൾ അതെങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, എപ്പോഴാണ് തിരിച്ചു വരിക എന്ന് മൂവ്മെന്റ് രജിസ്റ്ററിൽ നിങ്ങൾ രേഖപ്പെടുത്തിയോ?
എന്തുകൊണ്ട് നിങ്ങൾ രേഖപ്പെടുത്തിയില്ല? ഒരു മേലധികാരി എന്നുള്ള നിലയ്ക്ക് എന്ത് തോന്നിയ സ്വഭാവമാണ്? അല്ല സാർ ഒന്നും. അതെ, നിങ്ങളൊന്നും പറയണ്ട. എനിക്ക് ഇതിനെതിരെ നടപടി എടുത്തേ പറ്റൂ. ഐ ആം സോറി. ന്യായം മായം